ഹായ് ഫ്രണ്ട്സ്, മലയാളത്തിൽ നിന്നൊരു സിനിമ 100 കോടി രൂപയ്ക്ക് OTT പ്ലസ് സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയിരിക്കുകയാണ്. അത് എമ്പുരാൻ. ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ 100 കോടി രൂപ കൊടുത്താണ് ഈ എമ്പുരാനെ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അത് അവർക്ക് വൻ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് തന്നെ അവർക്ക് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ജിയോയുടെ കുറേ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ 100 കോടിയല്ല 150 കോടി രൂപ വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ് സമ്മതിപ്പിച്ച് 150 ഒന്നും വേണ്ടെന്നാ 100 മതി എന്ന് പറഞ്ഞ് അങ്ങനെ താഴ്ത്തിയാണ് 100 കോടി രൂപയ്ക്ക് എത്തിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അവർ 150-200 കോടി രൂപ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഒറ്റ നിർബന്ധത്തിൽ അത് 100 കോടിയാക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം പൃഥ്വിരാജും എമ്പുരാൻ ടീമും കൂടെ ചേർന്ന് അവരെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് 150 കോടി എന്ന് പറഞ്ഞാൽ 100 കോടിയിലോട്ട് എത്തിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇടയിൽ 100, 150, 90, 70, 60, 50 അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ OTT അവകാശം അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ് വിറ്റത് എമ്പുരാൻ എന്നുള്ള പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്യും. പൃഥ്വിരാജ് എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് 100 കോടി ഏറ്റവും വേഗത്തിലടിച്ച് ഫ്രീ ബിസിനസ് ഇത്ര കോടി വന്നു, ഫ്രീ ഇത് ഇത്ര വന്നു, 200 കോടി ഏറ്റവും വേഗത്തിലടിച്ച സിനിമ, 100 കോടി ഷെയർ ലഭിച്ച സിനിമ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ പൃഥ്വിരാജിന് പോസ്റ്റ് ചെയ്തുകൂടെ? ഏറ്റവും വലിയ OTT കച്ചവടം അല്ലെങ്കിൽ ഏറ്റവും വലിയ OTT ബിസിനസ് സാറ്റലൈറ്റ് അവകാശം നേടിയത് ഈ സിനിമയ്ക്കാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. കുറച്ച് മണ്ടന്മാർക്ക് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ പോലെ ഈ സിനിമയ്ക്ക് ഒരു റെക്കോർഡും ഇല്ല. 40 കോടി പോലും കിട്ടിയിട്ടില്ല. 35-30 കോടി രൂപയ്ക്ക് താഴെ മാത്രമേ, അല്ലെങ്കിൽ 30-35 കോടി രൂപയ്ക്കകത്ത് മാത്രമേ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവേകവും ഇല്ലാത്ത മോഹൻലാൽ ഫാൻസുകാരോടാണ് ഈ പറയുന്നത്. നമ്മൾ കരയണേം മെഴുകണേന്നുമല്ല, നിൻ്റെയൊക്കെ ഈ റെക്കോർഡുകൾ ഓട്ടറെ 50 കോടി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ ശരി ഓക്കെ അവന്മാർ പറഞ്ഞല്ല 50 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളായിരുന്നു. ഇത് ഈ 100 കോടി ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരു ചോറ് തന്നെ തിന്നുന്നൊരു സംശയമാണ്. നമ്മളിവിടെ മമ്മൂട്ടിയുടെ സിനിമയെ താങ്ങണമെന്നില്ല. എനിക്ക് മമ്മൂട്ടിയുടെ സിനിമകൾ ഞാൻ മമ്മൂട്ടി ഫാനായിരുന്നു. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി എല്ലാ സിനിമകളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള കുറേ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തള്ള് അത് അവരുടെ ടീമല്ല തള്ളിയത്. ഈ മറ്റേ വിവരമില്ലാത്ത മോഹൻലാൽ ഫാൻസുകാരാണ് ഇപ്പോൾ പറയുന്നത് ഇത് 100 കോടി രൂപ സാറ്റലൈറ്റ് അവകാശം നേടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു തെളിവ് വേണ്ടേ? ഒരു തെളിവ് വേണ്ടേ? എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് ഇത് ഒരു mint.com എന്ന് പറഞ്ഞൊരു യാതൊരു mint.com ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. എനിക്കുണ്ടോ mint.com? പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത പോലും അവർ അംഗീകരിക്കുന്നില്ല. റിപ്പോർട്ടർ കള്ളം പറയുന്നതാണ്. കാരണം റിപ്പോർട്ടറാണ് എമ്പുരാനെ പൊക്കിക്കൊണ്ട് നടന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടിപ്പം പറയുന്ന റിപ്പോർട്ടർ ഇവരെ തർക്കാൻ നോക്കുകയാണ്. നടന്നുകൂടെ നോക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. എമ്പുരാനെ 100 കോടി രൂപയ്ക്കോ 150 കോടി രൂപയ്ക്കോ ആണോ ജിയോ ഹോട്ട്സ്റ്റാർ നേടിയത്, അതോ 40 കോടിയോ 30 കോടിയോ രൂപ കൊടുത്താണ് നേടിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ചോറ് തിന്നുന്ന മലയാളികൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.